എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. അങ്ങനെ നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെയുള്ള ക്ലാസ്സിൽ നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളായ നദികൾ, അതിലെ മലനിരകൾ തുടങ്ങിയ ഒട്ടുമിക്ക പ്രാഥമിക കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൽ ഫസ്റ്റ് ആരാണ് കറക്റ്റ് ആൻസർ ഇടുന്നതെങ്കിൽ അത് ഞാൻ പിൻ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങളും ആദ്യ ജേതാക്കളും. കേരളത്തിലെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങൾ മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്കും സാഹിത്യകാരന്മാരുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിനുമായി നൽകപ്പെടുന്ന ബഹുമതികളാണ്. കൂടാതെ അവയുടെ ആദ്യ ജേതാക്കളെക്കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. ആദ്യത്തെ അവാർഡ് ജേതാക്കളെക്കുറിച്ച് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം പരിചയപ്പെടാം. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ളക്കും വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനുമായിരുന്നു. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവലിന് ലഭിച്ചത് PC കുട്ടിക്കൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഉറൂബിനും ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനുമാണ്. വള്ളത്തോൾ പുരസ്കാര ആദ്യ ജേതാവ് പാലാ നാരായണൻ നായരും മുട്ടത്ത് വർക്കി അവാർഡ് ജേതാവ് OV വിജയനുമാണ്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യം ലഭിച്ചത് CH കുഞ്ഞപ്പക്കും ജ്ഞാനപീഠ അവാർഡ് ആദ്യമായി ലഭിച്ചത് G ശങ്കരക്കുറുപ്പിനുമാണ്. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ ആദ്യ ജേതാവ് തകഴി ശിവശങ്കര പിള്ളയുമാണ്. ഇത് നമുക്ക് ഒന്നുകൂടി ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നുകൂടി പറയാം. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള, വയലാർ അവാർഡ് ആദ്യം ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനും, അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവലിന് ലഭിച്ചത് PC കുട്ടിക്കൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഉറൂബിനും ഓടക്കുഴൽ അവാർഡ് ആദ്യം ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനുമാണ്. വള്ളത്തോൾ പുരസ്കാരം ആദ്യം ലഭിച്ചത് പാലാ നാരായണൻ നായർക്കും മുട്ടത്ത് വർക്കി അവാർഡ് ആദ്യം ലഭിച്ചത് OV വിജയനുമാണ്. ആശാൻ സ്മാരക കവിതാ പുരസ്കാര ജേതാവ് CH കുഞ്ഞപ്പയും ജ്ഞാനപീഠ അവാർഡ് ജേതാവ് G ശങ്കരക്കുറുപ്പുമായിരുന്നു. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായി ലഭിച്ചത് തകഴി ശിവശങ്കര പിള്ളക്കാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്നത് കേരളത്തിലെ പ്രധാന ചരിത്രപരമായ ഉടമ്പടികളും യുദ്ധങ്ങളും. കേരളത്തിലെ പ്രധാന ചരിത്രപരമായ ഉടമ്പടികളും യുദ്ധങ്ങളും സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചരിത്രത്തെ രൂപപ്പെടുത്തിയ നിർണായക സംഭവങ്ങളാണ്. കൂടാതെ അവയുടെ വർഷങ്ങൾ, പങ്കെടുത്ത ഭരണാധികാരികൾ, ചരിത്ര പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഉടമ്പടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഉണ്ടായത്. അതുപോലെ പുറക്കാട് ഉടമ്പടി 1742 മാർത്താണ്ഡവർമ്മയും പുറക്കാട് രാജാവും തമ്മിലുള്ളതാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലാണ് നടന്നത്. കുളച്ചൽ യുദ്ധം നടന്നത് 1741. ആ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഒന്നും കൂടി റിവിഷൻ ചെയ്യാം. മാവേലിക്കര ഉടമ്പടി നടന്നത് 1753 അതിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. പുറക്കാട് ഉടമ്പടി 1742 മാർത്താണ്ഡവർമ്മയും പുറക്കാട് രാജാവും തമ്മിലായിരുന്നു. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ പ്രധാന കമ്മീഷനുകളും ആദ്യ അധ്യക്ഷന്മാരും. കേരളത്തിലെ പ്രധാന കമ്മീഷനുകൾ ഭരണനിർവഹണം, മനുഷ്യാവകാശ സംരക്ഷണം, വനിതാ ശിശുക്ഷേമം, പട്ടികജാതി പട്ടികവർഗക്ഷേമം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രധാന സ്ഥാപനങ്ങളാണ്. കൂടാതെ അവയുടെ ആദ്യ അധ്യക്ഷന്മാരെക്കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ അധ്യക്ഷന്മാരെ കുറിച്ച് പരിചയപ്പെടാം.
കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജസ്റ്റിസ് എം പരീത് പിള്ള. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. കേരള വിവരാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ പാലാട്ട് മോഹൻദാസും കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ MSK രാമസ്വാമിയും ആണ്. അതുപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSCയുടെ ആദ്യ അധ്യക്ഷൻ VK വേലായുധൻ. ഒന്നുകൂടി പരിചയപ്പെടാം. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജസ്റ്റിസ് M പരീത് പിള്ള. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. കേരള വിവരാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ പാലാട്ട് മോഹൻദാസും കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ MSK രാമസ്വാമിയുമാണ്. അതുപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSCയുടെ ആദ്യ അധ്യക്ഷൻ VK വേലായുധൻ. നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ പ്രശസ്തമായ കലാഗ്രാമങ്ങളും സ്ഥലങ്ങളും. കേരളത്തിലെ പ്രശസ്തമായ കലാഗ്രാമങ്ങൾ, പരമ്പരാഗത കലാരൂപങ്ങൾ, നാടൻ കലകൾ, നൃത്തം, സംഗീതം, കരകൗശല പാരമ്പര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. കൂടാതെ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവാണ്. അതുപോലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരക കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലെ കിള്ളിക്കുറിശ്ശിമംഗലത്താണ്. അതുപോലെ പാരമ്പര്യ കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പെരുന്തട്ടയിലും വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലുമാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. ഒന്നുകൂടി പരിചയപ്പെടാം. ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലും കുഞ്ചൻ നമ്പ്യാർ സ്മാരക കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലെ കിള്ളിക്കുറിശ്ശിമംഗലത്തുമാണ്. അതുപോലെ പാരമ്പര്യ കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പെരുന്തട്ടയിലും വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലുമാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ പ്രശസ്തമായ കാവുകളും സംരക്ഷിത വനങ്ങളും. കേരളത്തിലെ പ്രശസ്തമായ കാവുകളും സംരക്ഷിത വനങ്ങളും സംസ്ഥാനത്തിൻ്റെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും പരമ്പരാഗത വിശ്വാസങ്ങളുടെയും പ്രകൃതി പൈതൃകത്തിൻ്റെയും നിലനിൽപ്പിലും പ്രധാന പങ്ക് വഹിക്കുന്നവയാണ്. കൂടാതെ അവയുടെ സ്ഥാനങ്ങളും പ്രത്യേകതകളും സംബന്ധിച്ച അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കാവായ മണ്ണാർശാല നാഗരാജ ക്ഷേത്രക്കാവ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവായ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായാണ്. കേരളത്തിലെ ആദ്യ മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലും കേരളത്തിലെ ആദ്യ ശലഭ പാർക്കായ തെന്മല ശലഭ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലുമാണ്. ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കാവായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രക്കാവ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്. അതുപോലെ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവായ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട്. കേരളത്തിലെ ആദ്യ മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലും കേരളത്തിലെ ആദ്യ ശലഭ പാർക്കായ തെന്മല ശലഭ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലുമാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ ആദ്യത്തെ പ്രമുഖർ, അതായത് ഭരണരംഗത്തുള്ള പ്രമുഖർ. കേരളത്തിലെ ആദ്യത്തെ ഭരണരംഗത്തുള്ള പ്രമുഖർ സംസ്ഥാനത്തിൻ്റെ ഭരണചരിത്രത്തിലെ നാഴികക്കല്ലുകളായ വ്യക്തികളാണ്. കൂടാതെ അവരുടെ സ്ഥാനങ്ങളും സംഭാവനകളും സംബന്ധിച്ച അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യ ഗവർണർ P രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയും കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മ. ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്.
കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പി. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കെ ടി കോശി. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ പ്രധാന നാട്ടുരാജ്യങ്ങളും തലസ്ഥാനങ്ങളും. കേരളത്തിലെ പ്രധാന നാട്ടുരാജ്യങ്ങൾ ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തിന് മുമ്പ് നിലനിന്നിരുന്ന പ്രധാന ഭരണഘടനാ ഘടകങ്ങളായിരുന്നു. കൂടാതെ അവയുടെ തലസ്ഥാനങ്ങളെക്കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. ഇനി നമുക്ക് ഓരോ നാട്ടുരാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളെയും പരിചയപ്പെടാം. വേണാട് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ആദ്യ തലസ്ഥാനം പത്മനാഭപുരവും പിന്നീട് അത് തിരുവനന്തപുരവും ആയി മാറി. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന കൊച്ചി നാട്ടുരാജ്യത്തിൻ്റെ ആദ്യ തലസ്ഥാനം കൊടുങ്ങല്ലൂരിലെ മഹോദയപുരവും പിന്നീട് തൃപ്പൂണിത്തുറയും ആയി മാറി. അതുപോലെ നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോട് രാജവംശത്തിൻ്റെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. അതുതന്നെയായിരുന്നു സാമൂതിരിയുടെ ആസ്ഥാനവും. മൂഷിക വംശം എന്നറിയപ്പെട്ടിരുന്ന കോലത്തുനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം ഏഴിമല അല്ലെങ്കിൽ മാടായി ആയിരുന്നു കണ്ണൂർ ജില്ലയിലെ. ആറങ്കോട്ട് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറവും ആയിരുന്നു. ഒന്നുകൂടി നോക്കാം. വേണാട് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ആദ്യ തലസ്ഥാനം പത്മനാഭപുരം, പിന്നീട് അത് തിരുവനന്തപുരമായി മാറി. അതുപോലെ പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന കൊച്ചി നാട്ടുരാജ്യത്തിൻ്റെ ആദ്യ തലസ്ഥാനം കൊടുങ്ങല്ലൂരിലെ മഹോദയപുരവും പിന്നീട് അത് തൃപ്പൂണിത്തുറയുമായി മാറി. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോട് രാജവംശത്തിൻ്റെ തലസ്ഥാനം കോഴിക്കോടാണ്. ഇതുതന്നെയാണ് സാമൂതിരിയുടെ ആസ്ഥാനവും. മൂഷിക വംശം എന്നറിയപ്പെട്ടിരുന്ന കോലത്തുനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം ഏഴിമല അല്ലെങ്കിൽ മാടായി, ഇത് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആറങ്ങോട്ട് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറമായിരുന്നു. ഇനി അടുത്തത് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ പ്രധാന മെഡിക്കൽ ആരോഗ്യ ഗവേഷണ സ്ഥാപനങ്ങൾ. കേരളത്തിലെ പ്രധാന മെഡിക്കൽ ആരോഗ്യ ഗവേഷണ സ്ഥാപനങ്ങൾ ആരോഗ്യരംഗത്തെ ഗവേഷണം, രോഗനിർണയം, ചികിത്സാ നവീകരണം, പൊതുജനാരോഗ്യ വികസനം എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്ന പ്രമുഖ കേന്ദ്രങ്ങളാണ്. കൂടാതെ അവയുടെ ആസ്ഥാനങ്ങളും പ്രവർത്തന മേഖലകളും സംബന്ധിച്ച അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആസ്ഥാനങ്ങളെന്ന് നോക്കാം. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ SCTIMSTയുടെ ആസ്ഥാനം തിരുവനന്തപുരം. അതുപോലെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ അഥവാ RCCയുടെ ആസ്ഥാനവും രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി അഥവാ RGCBയുടെ ആസ്ഥാനവും കേരള ഹെൽത്ത് റിസർച്ച് വെൽഫെയർ സൊസൈറ്റി അഥവാ KHRWSൻ്റെ ആസ്ഥാനവും തിരുവനന്തപുരമാണ്. മലബാർ ക്യാൻസർ സെൻറ്റർ അഥവാ MCCയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലുള്ള തലശ്ശേരിയാണ്. ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടാം. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ SCTIMSTയുടെ ആസ്ഥാനവും റീജിയണൽ ക്യാൻസർ സെൻറ്റർ അഥവാ RCCയുടെ ആസ്ഥാനവും രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി അഥവാ RGCBയുടെ ആസ്ഥാനവും കേരള ഹെൽത്ത് റിസർച്ച് വെൽഫെയർ സൊസൈറ്റി അഥവാ KHRWSൻ്റെ ആസ്ഥാനവും തിരുവനന്തപുരമാണ്. എന്നാൽ മലബാർ ക്യാൻസർ സെൻറ്റർ അഥവാ MCCയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലുള്ള തലശ്ശേരിയാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരള ചരിത്രത്തിലെ പ്രധാന വർഷങ്ങളും സംഭവങ്ങളും. കേരള ചരിത്രത്തിലെ പ്രധാന വർഷങ്ങളും സംഭവങ്ങളും സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര വികാസങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സുപ്രധാന നാഴികക്കല്ലുകളാണ്. കൂടാതെ ഇവയെക്കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. AD 52 സെൻറ്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയത്. AD 825 കൊല്ലവർഷം അഥവാ മലയാളം കലണ്ടർ ആരംഭിച്ചു. അതുപോലെ 1498 വാസ്കോഡഗാമ കോഴിക്കോട്ടെ കാപ്പാട് തീരത്ത് എത്തി.
ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സംഘടിത പ്രക്ഷോഭമായ ആറ്റിങ്ങൽ കലാപം 1721 നടന്നത്. അതുപോലെ വയനാട്ടിലെ കുറിച്യൽ ലഹള നടന്ന വർഷം 1812 1956 നവംബർ 1 ഐക്യകേരളം രൂപവൽക്കരിച്ചു. നമുക്ക് ഒന്നുകൂടി പോയിന്റുകൾ പരിചയപ്പെടാം. സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ വർഷം AD 52 ആണ്. അതുപോലെ മലയാളം കലണ്ടറായ കൊല്ലവർഷം ആരംഭിച്ച വർഷം AD 825. വാസ്കോഡ ഗാമ കോഴിക്കോടെ കാപ്പാട് തീരത്ത് കപ്പലിറങ്ങിയ വർഷം 1498. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സംഘടിത പ്രക്ഷോഭമായ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. വയനാട് ജില്ലയിലെ കുറിച്യർ ലഹള നടന്ന വർഷം 1812. 1956 നവംബർ 1 1812 1956 നവംബർ 1 ഐക്യകേരളം രൂപവൽക്കരിച്ചത്. ഇനി നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക്. കേരളത്തിലെ പ്രധാന ചരിത്ര മ്യൂസിയങ്ങളും പുരാവസ്തു കേന്ദ്രങ്ങളും. കേരളത്തിലെ പ്രധാന ചരിത്ര മ്യൂസിയങ്ങളും പുരാവസ്തു കേന്ദ്രങ്ങളും സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ ചരിത്രം, സംസ്കാരം, പുരാവസ്തു പൈതൃകം എന്നിവ സംരക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന സ്ഥാപനങ്ങളാണ്. കൂടാതെ അവയുടെ സ്ഥാനങ്ങളും പ്രത്യേകതകളും സംബന്ധിച്ച അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശിലായുഗ ചിത്രങ്ങൾ ഉള്ള കേരളത്തിലെ ഏക കേന്ദ്രമാണ് എടക്കൽ ഗുഹകൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. അതുപോലെ മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലും വടക്കൻ പറവൂർ അതുപോലെ മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലും എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലുമാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശത്തിന്റെ കൊട്ടാരമായ അറക്കൽക്കെട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലുമാണ്. നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാം. ശിലായുഗ ചിത്രങ്ങളുള്ള കേരളത്തിലെ ഏക കേന്ദ്രം വയനാട് ജില്ലയിലെ എടക്കൽ ഗുഹ. ഈസ്റ്റ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹിൽ. മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശത്തിന്റെ കൊട്ടാരമായ അറക്കൽക്കെട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലുമാണ്. ഇതോടെ നമ്മുടെ കേരള ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിലെ ക്ലാസ്സുകൾ അവസാനിച്ചു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിരുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുളച്ചൽ യുദ്ധം നടന്ന വർഷം അത് ആരൊക്കെ തമ്മിലായിരുന്നു എന്നതും ആരാണ് ഫസ്റ്റ് കമൻറ്റ് ചെയ്തെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.